ഹായ് ബോയ്സ്, അസ്സലാമലൈക്കും. ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സുഖം. ഞാൻ വന്നിട്ടുള്ള അറബികളുടെ ഇഷ്ടപ്പെട്ട ഫലാഫിലിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് കുറച്ച് വെള്ളക്കടല വെള്ളത്തിലിട്ട് വെച്ചിന്. അപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ ഒഴിവാക്കി വാർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വാരപാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചപ്പ്, പുതിന, പിന്നെ പച്ചമുളക്, സവാള കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് വെള്ളക്കടല ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ചപ്പും പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, പിന്നെ നമ്മളടുത്ത് സവാള തന്നെയാണ്, ചെറിയ സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയ ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ ചേർക്കേണ്ടത്. ചെറിയൊരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അടിക്കൊന്നും വേണ്ട, വെള്ളമൊന്നും ഒഴിച്ചെടുക്കണ്ട. നമ്മൾ പരിപ്പോടൊക്കെ കഴിക്കുമ്പോൾ ഒരു തരിപ്പുണ്ടാവുമല്ലോ, ആ രൂപത്തിൽ ഇത് അടിച്ചെടുത്തിട്ട് ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങളുടെ എരിവുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയാണെങ്കിൽ ഏതായാലും ചേർക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് കൈക്കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് എന്നിട്ട് കയ്യിൽ കൊണ്ട് പരത്താൻ പറ്റണില്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി, കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ചൂടാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട്, ചട്ടിയൊക്കെ വെളിച്ചെണ്ണൊക്കെ ചൂടായതിന് ശേഷം ഞാൻ ഇതുപോലെ കൈക്കൊണ്ടതായി എങ്ങനെ പരത്തണില്ലേ അതുപോലെ പരത്തിയിട്ട് ചുട്ടെടുക്കട്ടെ. കയ്യിലൊന്ന് എണ്ണ തടവി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ സൂപ്പറാണ്. അതുകൊണ്ട് ചപ്പാത്തി വെച്ചിട്ട് റോളും ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കണുണ്ട് കേട്ടോ. ഇങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റാണ്. സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാനാണ്, അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാം. വെള്ളക്കടലൊക്കെ ഉണ്ടാകുമ്പോൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കയ്യിലെൻ്റെ അടിയിലൊന്ന് എണ്ണ തേച്ച് വല്ല വെളിച്ചെണ്ണ എന്തെങ്കിലും തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളിതാ റെഡിയായി വരുന്ന ഒരു സൈഡ് ആയി എന്ന് കണ്ടാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് എന്താണ് ഇതിങ്ങനെ കുഴക്കാൻ പരത്തുമ്പോൾ ഒരു ശരിക്ക് ഇതിലായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സോഡാപ്പൊടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് സോഡാപ്പൊടി ഇട്ടീന് ഒന്നിങ്ങനെ പൊളച്ച് സെറ്റായി വരാൻ വേണ്ടിയിട്ട്, ഒന്നിങ്ങനെ പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളൊരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനത് മറിച്ചിട്ട് കൊടുക്കണേ. അങ്ങനെ 2 സൈഡും റെഡിയായി വന്നാൽ നമുക്കിതാ പെട്ടെന്ന് സൂപ്പറാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. അതായത് റോൾ ചെയ്തിട്ട് ചപ്പാത്തിയിൽ നമ്മൾ റോൾ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ഇട്ടാ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യും. പുതുതായിട്ട് കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ഇനി ചപ്പാത്തി ഞാൻ ചുടുകയാണ്. ചപ്പാത്തി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചുട്ടെടുത്തിട്ട് അതിൽ നമുക്ക് റോൾ ചെയ്തിട്ട് കഴിക്കട്ടെ. മയോണൈസ്, നമ്മളടുത്തുള്ള വെജിറ്റബിൾസൊക്കെ കൂട്ടിയിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കി കഴിക്കാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചപ്പാത്തി റോളിലാണ് ചെയ്തിരുന്നത്. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പറാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടണം. ഇത് ഒന്ന് തന്നെ തിന്നാൽ വിശപ്പ് കെടുട്ടാ. 2 തിന്നണമെന്നുണ്ട്, ഒന്ന് തിന്നാൽ തന്നെ മതി. അടിപൊളിയായിട്ട് നമ്മളെ വിശപ്പൊക്കെ മാറും കേട്ടോ. ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ള. അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അടിപൊളി സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ടൊക്കെ എടുത്തുക്കണേ. അതിൽ ഞാൻ നമ്മളെ ഫലാഫിലുണ്ടല്ലോ പൊരിച്ചത്, അത് ഞാൻ ഇതാ പൊടിച്ചതുപോലെ ചേർത്ത് കൊടുത്തുക്കണേ. നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അടുത്ത ക്യാബേജ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുക്കുമ്പറും ഇതൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മയോണൈസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ടൊമാറ്റോ സോസ് ഉള്ളവർക്ക് അത് ഒഴിച്ചു കൊടുക്കട്ടെ. കെച്ചപ്പിൻ്റെ അടുത്തില്ലായിരുന്നു. അപ്പോൾ മയോണൈസ് ഒഴിച്ചെടുത്തിട്ട് അതുപോലെ അങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. വെള്ളക്കടലൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. പിന്നെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കണമെങ്കിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. വിശപ്പ് കെടുകയും ചെയ്യും, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.